നെല്ല് സംഭരണം ഇപ്പോഴും പാലക്കാട് ജില്ലയിൽ ആരംഭിച്ചില്ല. ഇതോടുകൂടി കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമെല്ലാം പലതവണ കർഷകർക്ക് ഉറപ്പ് നൽകിയതാണ് നെല്ല് സംഭരണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന്. പക്ഷേ മില്ലുടമകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത് നിലനിൽക്കുന്നു. അതിൽ യാതൊരു രീതിയിലുള്ള മാറ്റം വരാതെ വന്നതോടുകൂടിയാണ് ഇപ്പോഴും പാലക്കാട് ജില്ലയിലെ ഈ നെല്ല് സംഭരണം ഇപ്പോഴും വലിയ രീതിയിൽ നീണ്ടുപോകുന്ന സാഹചര്യമായിരിക്കുന്നത്. നേരത്തെ 20 ദിവസം കൊണ്ടൊക്കെ എടുത്തിരുന്ന നെല്ലാണ് ഇപ്പോൾ 60 ദിവസമായിട്ട് എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഇതിപ്പോൾ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് സർക്കാരിനെ കാത്തിരിക്കേണ്ട അവസ്ഥ സർക്കാർ കുറേയായി അത് അലംഭാവമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ സമയത്ത് കൃഷി നടക്കുന്ന സമയമാണെന്നറിയാം, നെല്ല് കൊയ്യുന്ന സമയമാണെന്നറിയാം, എന്നിട്ട് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇതുപോലെ ഇവിടെ തെരുവിൽ കൊണ്ടുവന്ന് വിൽക്കേണ്ട സ്ഥിതി, തെരുവിൽ കൊണ്ടുവന്ന് സൗജന്യമായി കൊടുക്കുന്ന രീതിയിലേക്ക് കർഷകർ മാറിയിരിക്കുകയാണ്. എന്തിനും സമരം ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് മാറുന്നത്. PRS ലഭിക്കാൻ, നെല്ലെടുക്കാൻ, അതുപോലെ തന്നെ നെല്ല് കൊയ്യാൻ എല്ലാ അർത്ഥത്തിലും കർഷകർ സമരം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പണം സമരം ചെയ്യണം. അതാണ് സ്ഥിതി. നെല്ല് കൊടുത്തിട്ട് 7 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പണം കിട്ടിയത്. ഇതുവരെ കർഷകൻ എങ്ങനെ പിടിച്ചു നിൽക്കും? നെല്ലെടുക്കാനും എല്ലാറ്റിനും സമരം ചെയ്യണം, എന്നാലേ ഉള്ളൂ. മന്ത്രിയോട് നെല്ല് വിതച്ചാൽ കൊയ്യുന്ന സർക്കാരിനറിയില്ലേ? ഒരു നെല്ല് വിതച്ചു കഴിഞ്ഞാൽ കൊയ്യുന്നറിയില്ല. ഈ കൊയ്ത് കഴിഞ്ഞ് കളത്തിലെത്തിയ ശേഷമാണ് സർക്കാർ ചർച്ചയ്ക്ക് പോകുന്നത്. കൊയ്ത് കറ്റക്കളത്തിൽ എത്തിയ ശേഷമാണ് സർക്കാർ പോകുന്നത്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടി, മറ്റേ DA കൂട്ടി, അവർക്കൊക്കെ ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കർഷകരുടെ അവകാശങ്ങൾ ചോദിക്കാനും പറയാനും സംഘടിതമായിട്ട് ആളില്ലാത്തത് കൊണ്ടുള്ള ഒരു അതാണ് നടക്കുന്നത്. ബുദ്ധിമുട്ടിലൂടെ കൃഷി ഇറക്കാനുള്ള വഴിയില്ലാതിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൃഷി രണ്ടാം വിള ഇറക്കാൻ ഞങ്ങൾക്ക് വഴിയില്ല, രണ്ടാം വിള ഇറക്കാൻ കാശില്ല. നെല്ല് വീട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. നെല്ല് സൂക്ഷിക്കാൻ വഴിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ അടിയിൽ വെച്ചിരിക്കുന്ന നെല്ല് മുളച്ചുകൊണ്ടിരിക്കുകയാണ്. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കർഷകർ പോകുന്നത്. ആ പ്രതിസന്ധി മറികടക്കാൻ തങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതീകാത്മകമായി ഈ നെല്ലെല്ലാം കർഷകർ ഈ കൊടുവായൂർ ജംഗ്ഷനിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രതീകാത്മകമായി വിൽപ്പന നടത്തുന്ന രീതിയിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. ഏതായാലും അവിടെ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. പാലക്കാട് ജില്ലയിൽ മുഴുവൻ ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് കർഷകർ വളരെ ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം, പുതിയ തലമുറ ആരും രംഗത്തില്ല, കർഷക തൊഴിലാളി രംഗത്തില്ല. അതിൽ പിന്നെ ഒരു കാര്യം, പന്നി ശല്യം. പന്നി കൃഷിക്കാർക്ക് കൈക്കിട്ടിട്ട് വായിക്കിട്ടില്ലാത്ത അവസ്ഥ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ 6-7 മാസം നെല്ലിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കർഷകർ വളരെ പ്രതിസന്ധിയിലാണ്. ഇനി രണ്ടാം വിള എങ്ങനെ ഇറക്കുന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് തലമുറ ഇനിയും നീണ്ടു പോവുകയാണെങ്കിൽ എന്താ നിങ്ങളുടെ തീരുമാനം? സമരം നീണ്ടുപോകാൻ ഇനി സമരം തന്നെ ചെയ്യേണ്ടി വരും. വേറെ ഒന്നും നിവൃത്തിയില്ലാത്ത കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. സമരം ചെയ്യാതെ നിവൃത്തിയില്ല ഈ ഗവൺമെന്റിനെതിരായിട്ട്. തെരുവിൽ കൊണ്ടുവന്ന് വിൽക്കേണ്ടി വരും. ഇതിപ്പോൾ കിട്ടിയ വിലയ്ക്ക് കൊടുത്തു, പാവപ്പെട്ട കർഷകർ കിട്ടിയ വിലയ്ക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതുപോലെയുള്ള പരിപാടിയുമായി തെരുവിൽ കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിലയ്ക്ക് ഒഴിക്കേണ്ട ഒരവസ്ഥയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ കൊടുവായൂർ ജംഗ്ഷനിലേക്ക് നെല്ല് കൊണ്ടുവന്ന് ഈ പ്രതീകാത്മകമായി വിൽപ്പന നടത്തുന്നത്. ഇനിയും ഈ സംഭരണം നീണ്ടു പോവുകയാണെങ്കിൽ തങ്ങൾക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. ഇത്തരത്തിൽ പാതയോരത്ത് വെച്ച് നെല്ല് വിൽക്കേണ്ട ഗതിയിലേക്ക് കർഷകർ മാറേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഈ പ്രതിഷേധം നടത്തുന്ന പ്രതിഷേധക്കാരും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇപ്പോൾ പറയുന്നത്. ഏതായാലും സർക്കാർ ഈ എത്രയും പെട്ടെന്ന് നെല്ല് സംഭരണം നടത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാൻ കോൺഗ്രസിനെയും കർഷകരുടെയും എല്ലാം തീരുമാനം. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.